السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ലോക മുസ്ലിമീങ്ങളെ ശിർക്കാരോപിക്കാൻ വേണ്ടി റഷീദിലയുടെ സ്വയം നിർമ്മിത ദുർവ്യാഖ്യാന ഫാക്ടറിയിൽ നിർമ്മിച്ചുണ്ടാക്കിയ അഭൗതിക മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള മാർഗത്തിലൂടെയുള്ള ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കൽ ശിർക്കാണ് എന്നുള്ള നിർവചനം പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടാത്ത, തിരുഹദീസിൽ ഒരു നിലക്കും പഠിപ്പിക്കപ്പെടാത്ത, സച്ചരിതരായ മുൻഗാമികളുടെ ജീവിതത്തിൽ അവർ പരിചയപ്പെടുത്താത്ത, ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ ഒരു പരാമർശവുമില്ലാത്ത വാദം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വേങ്ങര പ്രഭാഷണത്തിൽ ദുരുപയോഗം ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി. പല ആശയങ്ങളും അവരുടേതായി ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അവരുടെ നേതാക്കന്മാർ അത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളും അത് അംഗീകരിക്കുകയില്ല എന്ന് നല്ലവണ്ണം അറിയാവുന്ന വഹാബികൾ പല വിഷയങ്ങളിലും ഇമാമിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ ദുരുപയോഗം ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. അതുപോലെ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെയും ഈ ദുർവ്യാഖ്യാനത്തിൽ റഷീദിലുള്ള പരിചയപ്പെടുത്തിയ ആശയം റാസി ഇമാം പറഞ്ഞു എന്ന് അവരുടെ പേരിൽ കെട്ടിവെച്ചുകൊണ്ട് തങ്ങളുടെ ആശയം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മൗലവി. ഇത് തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടതായി കാണാം. തഫ്സീർ റാസിയിലും സമാനമായ ആശയമുണ്ട്. തഫ്സീർ റാസിയിൽ സമാനമായ ആശയം ഒരിക്കലും തന്നെ ഒരു മൗലവിക്കും കാണിച്ചു തരാൻ കഴിയില്ല. ജിന്ന് മുജാഹിദിൽ നിന്നല്ല, ഈ ആശയം പേറി നടക്കുന്ന ഒരു മുജാഹിദിനും തഫ്സീർ റാസിയിലും ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിലും ഒരു ഇമാമിങ്ങളുടെ ഗ്രന്ഥത്തിലും കാണിച്ചു തരാൻ കഴിയില്ല. ഇമാം റാസി റഹിമഹുല്ലാഹ് സൂറത്ത് അംഫാലിലെ 64-ാമത്തെ ആയത്തിലെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുകയാണ്, അല്ലാഹു തആലയാണ് എല്ലാ സഹായം നൽകുന്നവൻ. അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, എല്ലാ സഹായവും ശക്തിപ്പെടുത്തലും ഒക്കെ പടച്ച റബ്ബിൽ നിന്ന് തന്നെയാണ് ലഭിക്കുക. എല്ലാ സഹായവും നൽകുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ വലാകിന്നഹു ലാ ഖിസ്മൈൻ, പക്ഷേ രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. സഹായം നൽകുന്നവൻ അല്ലാഹ്, സംശയമില്ല. പക്ഷേ അല്ലാഹു തആല രണ്ട് രൂപത്തിലാണ് നൽകുക. രണ്ട് രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാവുക. ലോകത്ത് ആരും നിഷേധിക്കാത്ത, മൂക്ക് കീഴ്പ്പെട്ടായ ഒരു മനുഷ്യന് നിഷേധിക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ, സാധാരണ ജീവിതത്തിന്റെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന രണ്ട് രീതിയിലുള്ള സഹായത്തെയാണ് അവിടെ പരാമർശിക്കുന്നത്. ഒന്ന് അല്ലാഹു തആല നേരിട്ട് അല്ലാഹു തആല അവനിക്ക് നൽകുന്ന സഹായം, മറ്റൊന്ന് അല്ലാഹു തആല വെച്ച കാരണങ്ങളിലൂടെ അല്ലാഹു തആലയുടെ പടപ്പുകളിലൂടെ നൽകുന്ന സഹായം. ഈ രണ്ട് സഹായമുണ്ട് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ പരാമർശിക്കുന്നത്. ഇതാണോ ജിന്ന് മുജാഹിദേ നിങ്ങളെ വാദം? ജിന്ന് മുജാഹിദ് അടക്കമുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന മുജാഹിദുകളുടെ വിദേഹത്തിന്റെ കക്ഷികളുടെ വാദം ഇതാണോ? രണ്ട് സഹായം ഉണ്ടെന്ന് പറയാനാണോ? അല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളിലൂടെ അവർക്ക് നൽകുന്ന മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ് എന്ന്, അല്ലെങ്കിൽ അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുന്ന ആ വാദത്തിനാണ് നിങ്ങൾ തെളിവ് പറയുന്നത്. ആ വാദത്തെ കുറിച്ച് ഒരു പരാമർശവും ഈ ഇബാറത്തിലില്ല. നേരത്തെ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് നിങ്ങൾ വായിച്ചതിൽ ശിർക്കാണ് എന്ന് പോയിട്ട് ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഖിലാഫുൽ ഔലയാണെന്നോ പരാമർശമില്ലാത്തതുപോലെ, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം എന്ന് പോലും പരാമർശമില്ലാത്തതുപോലെ ഇവിടെയും അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം എന്നുള്ള പരാമർശമല്ല, അത് ശിർക്ക് എന്ന് പോയിട്ട് ഹറാമ് എന്നും കറാഹത്ത് എന്നോ ഖിലാഫുൽ ഔല എന്നോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. വായിക്കുന്നതെന്തോ വേറൊരു ഇബാറത്ത്, നിങ്ങളുടെ വാദം മറ്റൊരു വാദം. പതിവുള്ള അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന ലഭിക്കാത്ത കാര്യങ്ങൾ, മറ്റൊന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ. കണ്ടോ, അല്ല രണ്ട് കോച്ച സഹായം നൽകുകയാണ്. ഒന്ന് അല്ല നിശ്ചയിച്ച അസ്ബാബുകൾ, വ്യവസ്ഥകൾ മുഖേന അല്ല നടപ്പാക്കുന്ന കാര്യമുണ്ട്. രണ്ട് ആ വ്യവസ്ഥകൾ മുഖേന അല്ലാതെ അല്ലാഹു നടപ്പാക്കുന്ന കാര്യമുണ്ട്. ആ വ്യവസ്ഥകൾ അഭൗതിക മാർഗത്തിലൂടെയുള്ളതല്ല, ഭൗതികമാണ് എന്ന് ആരെ നിങ്ങളോട് പറഞ്ഞത്? ആരെ പറഞ്ഞത്? അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് പരാമർശം എവിടെ? അതാണ് നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾ എന്തിനാ ഈ വാർത്ത വായിച്ചത്? എവിടെ ശിർക്കാണ്? ജിന്ന് മുജാഹിദ് പറയണം എവിടെ റാസി ഇമാം ശിർക്കാണെന്ന് പറഞ്ഞു. പച്ചക്കള്ളം വായിക്കുക. എന്തോ ഒരു ഇബാറത്ത് വായിക്കുമ്പോ ഓ റാസി ഇമാമൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് സാധാരണക്കാര് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് പുകമറുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ രണ്ട് സഹായം നബിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് അല്ലാഹ് നേരിട്ട് സഹായം നൽകി, രണ്ട് അല്ലാഹു തആല അസ്ബാബുകളായി മുഅ്മിനീങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. ആ മുഅ്മിനീങ്ങൾ വഴി നബിക്കൊരു പിന്തുണ, നബിക്കൊരു ഒരു എല്ലാത്തരമുള്ള ഒരു സഹായം, ഒരു പിന്തുണ ആ വഴിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇത്
ഇതിൽ ആർക്കാ മൗലവി തർക്കമുള്ളത്? ഇതാണോ നിങ്ങളെ വാദം? രണ്ട് രീതിയിൽ സഹായം ഉണ്ട് എന്നുള്ളതാണോ നിങ്ങളെ വാദം? അതാണോ നിങ്ങളെ ഈ പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെച്ചത്? തൗഹീദിന്റെ മൗലികത എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെച്ചത് ഇതാണോ? ആണോ? ഈ തൗഹീദിന്റെ മൗലികത എന്ന പേരിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ പുസ്തകത്തിൽ എഴുതി വെച്ചത് രണ്ട് സഹായം ഉണ്ടെന്ന അതിനാണോ നിങ്ങൾ ഈ ഭാരത്ത് ഉപയോഗപ്പെടുത്തിയത്? അല്ലല്ലോ. പിന്നെന്താണ്? അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താണ്, അതുവഴി അത് ശിർക്കാണ് എന്നുള്ളതിനാണ്. എവിടെ പരാമർശം? അതിനല്ലേ നിങ്ങൾ തെളിവ് പറയേണ്ടത്? ഇതാണ് അഹ്ലുസുന്ന പഠിപ്പിച്ചതൊക്കെ. അഹ്ലുസുന്ന പഠിപ്പിച്ചതേ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ പഠിപ്പിച്ച ആശയം അത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പരിചയമല്ല. ഫാത്തിഹയുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിങ്ങളെ നേതാവ്, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇത് പഠിപ്പിച്ച ഉമർ മൗലവിയാണല്ലോ, അയാൾ പഠിപ്പിച്ച ആശയം ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അത് ഇങ്ങനെ അഭൗതികവും അദൃശ്യവുമായ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ടും ഒരു വസ്തുവിനെ ഭക്തിപൂർവം വന്ദിക്കലാണ് ആരാധന. ഈ ഒരാശയം ഇമാം റാസി റളിയല്ലാഹു അൻഹു എന്നല്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്നല്ല, ലോകത്ത് ആധികാരികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. കാണിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഇതിനെ അട്ടിമറിച്ചിട്ടാണ് ഇവിടെ ഇസ്തിഗാസ സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്നിനെയും അട്ടിമറിച്ചിട്ടില്ല. അട്ടിമറിച്ചത് വഹാബികളാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കം രേഖപ്പെടുത്തിയ തൗഹീദിന്റെ ഇബാദത്തിന്റെ നിർവചനത്തെ അട്ടിമറിച്ചത് വഹാബികളാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അറിയില്ല നിങ്ങൾ ഈ പറയുന്ന നിർവചനം. റാസി ഇമാം അവരുടെ തഫ്സീറിന്റെ 1-ാം വാള്യം 133-ാമത്തെ പേജിൽ പരിചയപ്പെടുത്തുന്ന ഇബാദത്ത് ഏതാ, ആരാധന ഏതാ? ഉമർ മൗലവി പരിചയപ്പെടുത്തിയതാണോ? നിങ്ങളെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയതാണോ? അല്ല. വൽ ഇബാദത്തു അങ്ങേയറ്റത്തെ വണക്കമാകുന്നു ഇബാദത്ത്. ഗൈബിയായ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടെന്നല്ല. അത് പഠിപ്പിച്ചത്, ലോകത്താദ്യമായി പഠിപ്പിച്ചത് റഷീദിരളയാണ്. റഷീദിരളയുടെ തഫ്സീറുൽ മനാറിലാണ് അത് പരിചയപ്പെടുത്തിയത്. അതിനു മുമ്പ് ആർക്കും പരിചയമല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അത് പച്ചക്കള്ളമാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ മാറ്റിച്ചിട്ട് ഇലാഹാണ് വിശ്വാസമില്ലാതെ മതി, സ്വയം കഴിവ് വിശ്വസിക്കാതിരുന്നാൽ മതി, എന്നാ പിന്നെ ആരോടുമാകാം എന്തുമാകാം എന്തും വിശ്വസിക്കാം, ശിർക്കിന്റെ പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്തിഗാസ പ്രസ്താവിച്ചത്. ആ ഇസ്തിഗാസ പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ല. ആരാണ് ഇലാഹാണെന്ന് വിശ്വാസം ഇല്ലാതിരുന്നാൽ മതി എന്ന് എഴുതി വെച്ചത്? നിങ്ങളെന്ത് എഴുതി വെച്ചു എന്ന് നിങ്ങൾക്കറിയില്ല. കാരണം ഓരോ വർഷവും തൗഹീദിൽ അപ്ഡേഷൻ വരികയാണ്. 2013 വരെ ഉണ്ടായിരുന്ന തൗഹീദ് അല്ലല്ലോ പിന്നീട് നിങ്ങൾ സുന്നഹദോസ് കൂടി തീരുമാനിച്ചത്. മാറ്റിയില്ലേ നിങ്ങൾ? ഒരു വിഭാഗത്തിന് ജിന്നിനോടുള്ള സഹായതേട്ടം തൗഹീദിലേക്ക് കടന്നു വന്നു, മറ്റൊരു വിഭാഗത്തിന് അത് ശിർക്കായി മാറി. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സിഹ്റിൽ വിശ്വസിക്കൽ ശിർക്കായിരുന്നു. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലെന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. സിഹിർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ സുല്ലം ഇപ്പൊ കുറെ ദുർവ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും കൊണ്ടുവരികയാണ്. തബറുക്കെടുക്കൽ ശിർക്കായിരുന്നു. ഉർക്കും മന്ത്രവും മേലസും നിങ്ങൾക്ക് പാടുണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് തൗഹീദിലേക്ക് ഓരോ ഘട്ടങ്ങളിൽ അപ്ഡേഷനായി കടന്നു വന്നതാണ്. നിങ്ങളുടെ അൽമനാറിൽ 1988 ജനുവരിയിൽ പഠിപ്പിച്ച ആശയം നിങ്ങൾ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവുമൊക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പനവും തദനുസരണമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. നിങ്ങളാണ് എഴുതി വെച്ചത്. ദിവ്യത്വം വിശ്വസിച്ചെങ്കിലേ അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയായി തീരുകയുള്ളൂ. എന്നിട്ട് ആ എഴുതി വെച്ചത് വിഴുങ്ങി എന്നിട്ട് സുന്നികളെ കുറിച്ച് ആരോപണം നടത്തുക. നിങ്ങൾ എഴുതി വെച്ചാണ് ഇതിന് തീരുമാനം ഉണ്ടാക്കി. നിങ്ങൾ ഒരുമിച്ച് നിന്ന കാലയളവിൽ 1988 കാലയളവിൽ, അന്ന് ജിന്ന് മുജാഹിദ് പിറവി കൊണ്ടിട്ടില്ലല്ലോ. വേങ്ങരയിൽ വന്ന ജിന്ന് മുജാഹിദ് ജനിച്ചത് 2013 അതിനുശേഷമുള്ള കാലല്ലേ നിങ്ങൾക്ക് പ്രായമായിട്ടുള്ളൂ. അതിനൊക്കെ മുമ്പ് നിങ്ങൾ ഒരുമിച്ച് നിന്ന കാലത്ത് നിങ്ങൾ എല്ലാവരും മറുപടി പറയേണ്ട ഈ പരാമർശമല്ലേ ഇത്? ആ ഇസ്തിഗാസ പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ല.
പ്രമാണങ്ങൾ പഠിപ്പിച്ചതാണ് ഇസ്തിഗാസ. ആരെ നിങ്ങളോട് പറഞ്ഞ നിങ്ങളാ പ്രമാണം തീരുമാനിക്കുന്നത്? പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഇസ്തിഗാസ. നിങ്ങൾ ഈ പറഞ്ഞ ആശയം ഇമാം റാസി റളിയല്ലാഹു അൻഹു പരിചയമല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയതാ ഇസ്തിഗാസ ചെയ്യണം. അവരുടെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം അൽ മതാലിബുൽ ആലിയയിൽ പഠിപ്പിച്ചതെന്താ? വഇല്ലാ ലകാനത് തിൽകൽ ഇസ്തിആനതു ബിൽ മയ്യിത്തിൽ ഖാലി അനിൽ ഹിസ്സി വശുഊരി അബസൻ വദാലിക ബാതിലുൻ. മഹാനവറുകൾ പറയുകയാണ്, വലൗലാ അന്ന തിൽകൻ നുഫൂസ ബാഖിയതൻ ബാഖിയതുൻ ബഅദ മൗതിൽ അബ്ദാൻ. ശരീരങ്ങൾ നശിച്ചാലും റൂഹുകൾ ശേഷിക്കണം, നഫ്സുകൾ ശേഷിക്കണം. വഇല്ലാ ലകാനത് തിൽകൽ ഇസ്തിആനതു ബിൽ മയ്യിത്തിൽ ഖാലി അനിൽ ഹിസ്സി വശുഊരി അബസൻ. അതല്ല എങ്കിൽ മരണപ്പെട്ടു പോയവരോടുള്ള സഹായതേട്ടം നിരർത്ഥകമാണ് എന്ന് പറയുന്നതിലേക്ക് എത്തേണ്ടി വരും. വദാലിക ബാതിലുൻ. ആ വാദമാകുന്നു ബാതിൽ. മരണപ്പെട്ടു പോയവരോട് സഹായം തേടൽ നിരർത്ഥകമാണ് എന്ന് പറയുന്നതാണ് ഒരിക്കലും തന്നെ അംഗീകരിക്കപ്പെടാൻ പറ്റാത്തത് എന്ന് രേഖപ്പെടുത്തിയ ഇമാം റാസി റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി വെച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കാൻ വേണ്ടി പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും സമ്മതം ലഭിച്ച് അവിടെ ജനാസ മറവ് ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം രേഖപ്പെടുത്തി വെച്ച ഇമാം റാസി റളിയല്ലാഹു അൻഹു. മഹാന്മാരായ ഔലിയാക്കൾക്ക് ലോകത്ത് നിയന്ത്രണമുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് വിശദീകരിച്ച് പഠിപ്പിച്ച ഇമാം റാസി റളിയല്ലാഹു അൻഹു. ആ റാസി ഇമാമിനെ തന്നെ നിങ്ങൾക്ക് കിട്ടണം. എന്തിന്? നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനത്തിന് വേണ്ടി, ശിർക്കാരോപണത്തിന് വേണ്ടി. നടക്കില്ല. ഇത് മതം പഠിപ്പിച്ചതാണ്. ഇത് ദീനുൽ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ളതാണ്. അത് നബി തങ്ങൾക്ക് പരിചയമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുണ്ട്. അത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികൾക്ക് മുഴുവനും നേതാവാണെന്ന് ഹബീബുൽ വറ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ സയ്യിദ് എന്ന് പറഞ്ഞാൽ? ഇമാം നബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചു, അസ്സയ്യിദു ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വസ്സദായിദ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടിച്ചെല്ലാനുള്ള, അഭയം തേടാനുള്ള ആളാണ്. ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു അൻഹും മകാരിഹഹും വയദ്ഫഉഹാ അൻഹും. അവരുടെ പ്രതിസന്ധികൾ ഏറ്റെടുത്തുകൊണ്ട് പരിഹാരം കാണുന്ന ആളാണ് സയ്യിദ് എന്ന് പറഞ്ഞാൽ. ആ സയ്യിദാണ് ഞാൻ. ഏത് കാലത്തേക്ക്? ഏത് കാലത്തേക്കും സയ്യിദാണ്. ആ നിലക്കല്ലേ ശറഹ് മുസ്ലിമിൽ വിശദീകരിച്ചത്? അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നല്ലേ? സയ്യിദാക്കണം എന്നല്ലേ? അവിടുത്തോട് അഭയം തേടണം എന്നല്ലേ? അവിടുത്തോട് സഹായം തേടണം എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. സ്വഹീഹ് മുസ്ലിമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് ഈ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുണ്ട് ഇസ്തിഗാസ. ആരെ നിങ്ങളോട് പറഞ്ഞു? സ്വഹാബത്തിന് പരിചയമില്ല. സ്വഹാബത്തിന് പരിചയമുണ്ട് ഇസ്തിഗാസ. അവര് ധാരാളമായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പഠിപ്പിച്ച അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം ശിർക്കാണ് എന്നുള്ള ഈ പച്ചക്കള്ളം, അതാണ് സ്വഹാബത്തിന് പരിചയമില്ലാത്തത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറൻ, ഞാൻ അങ്ങിൽ നിന്ന് ധാരാളം ഹദീസ് കേൾക്കുന്നുണ്ട്. അൻസാഹു, ഞാനത് മറന്നു പോകുന്നു നബിയേ, പരിഹാരം വേണം. ഫഹ്മ് തേടി നബി ഇമാമിന്റെ ഇബാറത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് വായിച്ചടത്ത് ഇല്ലേ ഫൈസൽ മൗലവി, വതലബിൽ ഫഹ്മിൻ കത്വലബിൽ ഫഹ്മി, ഫഹ്മ് തേടൽ അത് സൃഷ്ടികളുടെ കൈവിന് അപ്പുറത്തുള്ളതാണെന്ന് പറഞ്ഞു വായിച്ചില്ലേ? തേടിയില്ലേ? സ്വഹാബി വര്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അബൂ ഹുറൈറ തേടരുത്, ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്, നമ്മൾ പഠിക്കേണ്ട ആശയത്തിനെതിരാണ്. പഠിപ്പിച്ചോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ഉബ്സുത്തിരിദാഅക, നിങ്ങളെ വിരിപ്പൊന്ന് വിരിക്കൂ. ഫബസത്തുഹു, ഞാൻ വിരിച്ചു കൊടുത്തു. അവിടുന്നതാ എന്തോ കോരിയിടുന്നു, അന്തരീക്ഷത്തിൽ നിന്ന് കോരിയിട്ടുകൊണ്ട് അവിടുന്ന് പറയുന്നു അത് ഹൃദയത്തോട് ചേർത്ത് വെക്കണം.
ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന്റെ ശേഷം അതിനുശേഷം ഒന്നും തന്നെ ഞാൻ മറന്നുപോയിട്ടില്ല. ഫൈസൽ മൗലവി ആണാണെങ്കിൽ പറയണം, ജിന്ന് മുജാഹിദ് വേങ്ങരയിൽ വന്നുകൊണ്ട് പച്ചക്കളവ് കൊലംബിയ ജിന്ന് മുജാഹിദിൽപ്പെട്ട ഏത് മൗലവിയെയും ഞാൻ വെല്ലുവിളിക്കും, ലോകത്തുള്ള മുഴുവൻ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. എന്ത് കാര്യകാരണം എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഈ സഹായത്തിലുള്ളത്? നിങ്ങൾ വായിച്ച ഇമാം നബി റളിയല്ലാഹു അൻഹു ഇബാറത്തിലുള്ളത് എന്താ? കത്വലബിൽ ഹിദായത്തി വൽ ഫഹ്മി ഫിൽ കിതാബി വസുന്ന. പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഫഹ്മ് തേടുക എന്നുള്ളത് അഭൗതികമാണെന്ന് ആക്കിയിട്ടല്ലേ നബി ഇമാമിന്റെ വാക്കിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചത്? ചോദിക്കുന്നു. ആ ഫഹ്മാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തേടിയത്. ശിർക്കാണോ? മറുപടി പറയണം നിങ്ങൾ. താബിഈങ്ങൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല. താബിഈങ്ങൾക്ക് പരിചയമുണ്ട്. അത് ആരെ നിങ്ങളെ പഠിപ്പിച്ചത്? മഹാന്മാരായ സ്വഹാബത്ത് മുതൽക്ക് താബിഈങ്ങളടക്കം തബഉ താബിഈങ്ങളടക്കം നിരാക്ഷേപം ചെയ്തു പോന്നതാണ് ഇസ്തിഗാസ. ആരെ പറഞ്ഞത് ചെയ്തിട്ടില്ല? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഹബീബരായ തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് കടം വന്നപ്പോ വസാബ ഫിൽ മസ്ജിദി മുതലബ്ബിദൻ ബിഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഖബറിന്റെ അരികിൽ പോയി സഹായം തേടിയെന്നും സഹായം ലഭിച്ചു എന്നും മഹാനായ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു തന്റെ മുജാബുദ് ദഅവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? താബിഈങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പച്ചക്കളവ് പുലമ്പാൻ ആരെ നിങ്ങൾക്ക് അവകാശം? എന്ന് മാത്രമല്ല, യഥാർത്ഥ ഹിജ്റ 7-ാം നൂറ്റാണ്ട് വരെ ഈ ഇസ്തിഗാസയെ പ്രൊമോട്ട് ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വന്നിട്ടുമില്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ട് വരെ ഈ തലതിരിഞ്ഞ ഷിയാക്കൾ സ്വീകരിച്ച ഇസ്തിഗാസയെ അഹ്ലുസുന്നയുടെ പേരിൽ പ്രൊമോട്ട് ചെയ്യാൻ ഒരാളും തയ്യാറായിട്ടില്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, 7-ാം നൂറ്റാണ്ടോടുകൂടെയാണ് നിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു വന്നത്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇസ്തിഗാസ ലോകത്ത് നിരാക്ഷേപം ചെയ്തു പോന്ന സംഗതിയാണ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ. ദീനറിയുന്ന ഒരാളും ഇസ്തിഗാസയെ നിഷേധിച്ചിട്ടില്ല. വലാ സുമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ. ഒരു കാലത്തും അങ്ങനെ ഒരു ആശയം കേട്ടുകേൾവി പോലുമില്ല. ഹത്താ ജാ ഇബ്നു തീമിയ. ഇബ്നു തീമിയ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആശയം ലോകത്താർക്ക് പരിചയമില്ലാന്ന്. ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ യുലബ്ബിസു ഫീഹി അലാ ദുഅഫാഇൽ ലഗ്മാർ. സാധു ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വാദഗതികൾ ആദ്യമായി സംസാരിച്ചത് ഇബ്നു തീമിയയുടെ നാവിലൂടെയായിരുന്നു. ഒരു കാലഘട്ടത്തിലും പരിചയപ്പെടുത്താത്ത പുത്തനാശയം ഇബ്നു തീമിയ പരിചയപ്പെടുത്തിയെന്ന് മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഫാഉസ് സിഖാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചു. മഹാന്മാര് മുഴുവനും പറഞ്ഞു. അത് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ومن خرافات ابن تيمية التي لم يقلها عالم قبله وصار بها بين أهل الإسلام مثلة. മുസ്ലിം ലോകത്തിനിടയിൽ കളിപ്പാവ പോലെ നിലയും വിലയും നഷ്ടപ്പെട്ടു പോയ ഒരു പണ്ഡിത കോലമായിട്ട് ഇബ്നു തീമിയ അധപ്പതിക്കാനുണ്ടായ കാരണം അന്നഹു അൻകറൽ ഇസ്തിഗാസത വതവസ്സുല ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ഇസ്തിഗാസയെ നിഷേധിച്ചതാണ്, തവസ്സുലിനെ നിഷേധിച്ചതാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ജൗഹറുൽ മുനവ്വമിൽ രേഖപ്പെടുത്തി. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മിൻഹും മൻ യൻതസിബുഹു ഇല സന്ദഖതി ലിഖൗലിഹി ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തഗാസു ബിഹി. ഹബീബരായ തങ്ങളോട് ഇസ്തിഗാസ നടത്തരുത് എന്ന ഒരു വാദഗതി ലോകത്താദ്യമായി കൊണ്ടുവന്നതിന്റെ പേരിൽ മതവിരുദ്ധനായി ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർ ഇബ്നു തീമിയെ പരിചയപ്പെടുത്തി. ഹിജ്റ 7-ാം നൂറ്റാണ്ടോടുകൂടെയാണ് നിഷേധം വരുന്നത്. അത് നേരെ തിരിച്ചിടുക. 7-ാം നൂറ്റാണ്ടോടുകൂടെ ഇസ്തിഗാസയെ പരിചയപ്പെടുത്തുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ഒരു സമ്പ്രദായം ലോകത്ത് വന്നിട്ടുള്ളൂ. മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഉസ്താദല്ലേ? അവര് 7-ാം നൂറ്റാണ്ടിന് ശേഷം ജീവിച്ച ആളാ? ഫൈസൽ മൗലവി മറുപടി പറയണം. 7-ാം നൂറ്റാണ്ടിന് ശേഷം ജീവിച്ച ആളാണോ മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു? അവരെ സംഭവം രേഖപ്പെടുത്തി വെച്ചതാരാണ്? മഹാനായ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു. ഹിജ്റ 208-ലാണ് അവരുടെ വഫാത്ത്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച
ആ ഒരു നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലാണ് മുജാബുദ്ദഅവയിലാണ് പരിചയപ്പെടുത്തപ്പെടുന്നത് മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്തിഗാസ. ഇവർക്കാർക്കും ഇത് പരിചയമില്ല. ഇവരൊക്കെ നബിമാം അടിസ്ഥാനം പഠിപ്പിച്ചു, അല്ലാദുക്കാർ അതിനെതിരെ അവര് രേഖപ്പെടുത്തി വെച്ചു എന്ന് പറയുകയാണോ നിങ്ങളെ മൗലവിമാരെ പോലെയാണോ നബിമാം? ഇമാം റാസി റളിയല്ലാഹു അൻഹു നിങ്ങൾ പഠിപ്പിച്ച അതേ അടിസ്ഥാനം പഠിപ്പിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്തിഗാസയും അതുപോലെ തന്നെ വഫാത്തായി പോയവരോടുള്ള ഇസ്തിഗാസ സഹായതേട്ടം നിരർത്ഥകമെന്ന് പറയുന്നത് ആ വാദഗതി തെറ്റാണ് എന്നും രേഖപ്പെടുത്തി വെച്ചത് അവർ പറഞ്ഞതിനെതിരെ പറയാണോ? നിങ്ങൾ മൗലവിമാര് ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് തിരുത്തിയും മറിച്ചും കളിക്കുന്നത് പോലെയാണോ? മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന ഇമാമിങ്ങൾ ഒരിക്കലും തന്നെ അവർ പഠിപ്പിച്ചിട്ടില്ല. 7-ാം നൂറ്റാണ്ടിലല്ല ഇസ്തിഗാസവാദം വന്നിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ട് വരെ ഈ ഇസ്തിഗാസയെ പ്രൊമോട്ട് ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വന്നിട്ടുമില്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ട് വരെ ഈ തലതിരിഞ്ഞ ശിയാക്കൾ സ്വീകരിച്ച ഇസ്തിഗാസയെ അഹ്ലുസുന്നയുടെ പേരിൽ പ്രൊമോട്ട് ചെയ്യാൻ ഒരാളും തയ്യാറായിട്ടില്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ട് വരെ ഈ ഇസ്തിഗാസയെ നിഷേധിക്കാൻ ഇബ്നു തൈമിയ വരുന്നതിന് മുമ്പ് ഒരാളും തയ്യാറായിട്ടില്ല. 7-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായ ശ്രമം ഉണ്ടായത്. 7-ാം നൂറ്റാണ്ടിലാണ് ഇസ്തിഗാസ നിഷേധിക്കാനുള്ള ആദ്യമായ ശ്രമം ഉണ്ടായത്. ഹിജ്റ 683 വഫാത്തായ നുഅ്മാനുൽ മറാകിശി എന്ന് പറയുന്ന ഒരു സൂഫി പണ്ഡിതൻ, അദ്ദേഹം ഒരു കിതാബ് എഴുതി, മിസ്ബാഹുൽ ളലാം ഫിൽ മുസ്തഗീസിന ബിഖൈരിൽ അനാം അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ യഖ്ലത്തി വൽ മനാം. അതാ കിതാബിന്റെ പേര്. കുറച്ച് വലിയ പേരാ. ആളെ പറ്റിക്കാൻ കിതാബ് ഉണ്ടാവും, പേര് വലുതാവും. ആളെ പറ്റിക്കാനാണ് പോൽ കിതാബിന്റെ പേര് നീട്ടിയത്. എന്തിനാ പറയുന്നത്? ജിന്നു മുജാഹിദിന്റെ പുതിയ വാദം, കിതാബിന്റെ പേര് കുറച്ച് നീണ്ടുപോയാൽ അത് ആളെ പറ്റിക്കലാണ്, അത് ഇവിടെ ഖുറാഫാത്ത് പ്രചരിപ്പിക്കലാണ്. എന്തിനാണ്? സ്വഹീഹുൽ ബുഖാരി തള്ളാനുള്ള പുതിയ പദ്ധതിയാണ്. കാരണം എന്തേ? സ്വഹീഹുൽ ബുഖാരിയുടെ പേരെന്താ? എന്താ മൗലവി സ്വഹീഹുൽ ബുഖാരിയുടെ പേര്? ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തൽഖീസിൽ രേഖപ്പെടുത്തി, സ്വഹീഹുൽ ബുഖാരിക്ക് അവർ എഴുതിയ ശറഹിൽ അവർ പഠിപ്പിച്ചു, അവർ ഫഖദ് സമ്മാഹു മുഅല്ലിഫുഹു അബൂ അബ്ദുല്ലാഹിൽ ബുഖാരി റഹിമഹുല്ലാഹു തആല വറദിയ അൻഹു. മഹാനവറുകൾ സ്വഹീഹുൽ ബുഖാരിക്ക് വെച്ച പേര് അൽ ജാമിഉൽ മുസ്നദുസ് സ്വഹീഹ് അൽ മുഖ്തസറു മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഅയ്യാമിഹി. പേരിന്റെ വലിപ്പം നീണ്ടുപോയാൽ ഖുറാഫാത്ത് പ്രചരിപ്പിക്കാനുള്ള മാർഗമാണ്, അത് ദുർവ്യാഖ്യാനത്തിനുള്ള, അത് പച്ചക്കളവ് പറയാനുള്ള മാർഗമാണ്. പറയണം നിങ്ങൾ ആരെക്കുറിച്ച്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. നിങ്ങൾ പഠിപ്പിച്ച ഒരാശയത്തിനെതിരെ ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും കുതിരക. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന പണി? എന്താ കിതാബ്? മിസ്ബാഹുൽ ളലാം, ഇരുട്ടിലെ വിളക്ക്. എന്തിന്? ഫിൽ മുസ്തഗീസിന ബിഖൈരിൽ അനാം, നബിയോട് ഇസ്തിഗാസ ചെയ്ത മനുഷ്യന്മാർക്കുള്ള വെളിച്ചം അല്ല കിതാബ്. നബിയോട് ഇസ്തിഗാസ ചെയ്യാം എപ്പോ? ഫിൽ യഖ്ലത്തി വൽ മനാം, ഉണർച്ചയിലും പറ്റും ഉറക്കത്തിലും പറ്റും. രണ്ട് കോലത്തിൽ നബി അവിടെ വരും, നബി സഹായിക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറാകിഷിയുടെ കിതാബ് ഹിജ്റ 683 ഇദ്ദേഹം വഫാത്താകുന്നത്. ഈ കിതാബിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ കിതാബിന്റെ പ്രത്യേകത അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ പല സംഭവങ്ങളും അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി ആ സഹായം ലഭിച്ചതിന്റെ പേരിലുള്ള പല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങൾ ഒരു ഗ്രന്ഥത്തിൽ അവർ ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ് സംഭവം. റബ്ബിനോട് സഹായം തേടിയിട്ട് അല്ലാഹു തആല സഹായം നൽകിയ, അല്ലാഹ് പ്രയാസം ദൂരീകരിച്ച, അല്ലാഹു തആല സഹായിച്ച സംഭവങ്ങളെ ക്രോഡീകരിക്കാൻ എനിക്ക് മുമ്പ് ഒരുപാട് പണ്ഡിതന്മാർ കിതാബ് എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദുആനോളി, അല്ലാഹുവിന്റെ ദുആ ഉത്തരം കിട്ടും, അല്ലാഹ് സഹായിക്കും, അങ്ങനെ സഹായിച്ച ചരിത്ര സംഭവങ്ങൾ എമ്പാടുമുണ്ട് എന്ന് പറഞ്ഞ് അത്തരം ഒരുപാട് കിതാബുകൾ എനിക്ക് മുമ്പേ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാ, ഉദാഹരണമായി ഇബ്നു അബി ദുനിയ അദ്ദേഹം കിതാബ് എഴുതി സമ്മാഹു അൽ ഫറജു ബൈദ ശിദ്ദ എന്ന കിതാബ് എഴുതി. അൽ ഫറജു ബൈദ ശിദ്ദ, പ്രയാസത്തിന് ശേഷം ആശ്വാസം ഉണ്ടാകും എന്ന കിതാബ്. എന്താ പഠിപ്പിച്ചത്? അല്ലാഹുവിനെ തേടിയാൽ ഏത് ബുദ്ധിമുട്ട് അല്ലാഹ് സഹായിക്കുമെന്ന് മുഅ്മിനീങ്ങളെ പഠിപ്പിക്കാൻ ഇബ്നു അബി ദുനിയയുടെ കിതാബാണ്. വകിതാബൻ സമ്മാഹു മുജാബി അദ്ദഅവ, ഇബ്നു അബി ദുനിയയുടെ മറ്റൊരു കിതാബ് മുജാബു അദ്ദഅവ. ആ കിതാബാണ്. ഈ കിതാബിൽ നിന്നാണ് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 30-ലധികം ഹദീസ് ഉദ്ധരിച്ച തന്റെ ഉസ്താദായ ഗുരുവര്യരായ മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു കടം വന്നപ്പോ സഹായം തേടിയ സംഭവം ഉള്ളത് മൗലവി ഈ കിതാബിലാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുന്നത് അല്ലാഹു തആലയോട് സഹായം തേടുന്നതിന് വൈരുദ്ധ്യമല്ല. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അള്ളാഹിനോട് സഹായം തേടിയ സംഭവങ്ങൾ പറയാനാണ് ഈ കിതാബ് എഴുതിയത് എന്ന് ഇബാറത്ത് വായിച്ചല്ലോ. ഇതേ കിതാബിലതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയതും പറയുന്നു. അവർക്കാർക്കും ഇതിലൊന്നും ഒരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊന്നും വൈരുദ്ധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സഹായം ലഭിക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. എല്ലാ സഹായവും അല്ലാഹുവിൽ നിന്ന് മാത്രം. ഇബ്നു അബീ ദുനിയയുടെ മറ്റൊരു കിതാബ് മുജാബു അദ്ദഅവ, അല്ലാഹുവിന്റെ ദുആ എന്നിട്ട് ഉത്തരം കിട്ടിയ ആളുകൾ. ഇബ്നു അബീ ദുനിയ കിതാബിന്റെ പേരാണ്. ആരൊക്കെ അല്ലാഹുവിന്റെ ദുആ എന്നിട്ട് ഉത്തരം കിട്ടിയ ഒരുപാട് സംഭവം അദ്ദേഹം നൽകുകയാണ്. ജിന്ന മുജാഹിദേ, ഇതാണ് ആ കിതാബ്, ഒന്ന് പറഞ്ഞു കൊടുക്കി. ഈ കിതാബിൽ അല്ലാഹു തആലയോട് ദുആ എന്നിട്ട് ഉത്തരം കിട്ടിയ സംഭവങ്ങൾ പറയാൻ വേണ്ടി രചിച്ച കിതാബിന്റെ 137ാമത്തെ പേജിൽ ഒരു ഹെഡിങ് കാണാം, ദുആഉ റജുലിൻ ലിഅദാഇൽ അമാന. കടം വീടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റജുല് നടത്തിയ ദുആ. ആരാണത്? ഇമാം ബുഖാരിയുടെ ഉസ്താദ്. ഒന്ന് പറഞ്ഞു കൊടുക്കി നിങ്ങൾ. കണ്ടങ്ങൾ അള്ളാഹുവിനെ തേടി ഉത്തരം കിട്ടിയ സംഭവങ്ങൾ എഴുതിയ ക്രോഡീകരിച്ച ധാരാളം കിതാബ് എനിക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ എഴുതി കഴിഞ്ഞു. എന്നാൽ നബിയോട് തേടിയിട്ട് ഉത്തരം കിട്ടി എന്ന് പറയാൻ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയ മഹാന്മാരുടെ ചരിത്രങ്ങൾ മുഴുവനും ക്രോഡീകരിച്ച ഒരു കിതാബ് അതുവരെ ഉണ്ടാവൂലല്ലോ. കാരണം നിഷേധം വരുന്നത് എപ്പോഴാണ്? ഇബ്നു തൈമിയ കടന്നു വരുന്നതോടുകൂടെയാണ്. ഇബ്നു തൈമിയയിൽ നിന്ന് നിഷേധം വന്നപ്പോഴാണ് ആ നിലക്കുള്ള ഗ്രന്ഥരചനകളിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇബ്നു തൈമിയ വരുന്നത് 7ാം നൂറ്റാണ്ടിലാണ്. അതിനു മുമ്പ് ഒരാളും നിഷേധിച്ചിട്ടില്ല. വലം യുൻകിർ അഹദും മിൻ അഹ്ലിൽ അദിയാൻ, ദീനുള്ള ഒരാളും നിഷേധിച്ചിട്ടില്ല. പിന്നെ അങ്ങനത്തെ ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ല. വ്യത്യസ്തങ്ങളായി പല ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തപ്പെട്ടു. മഹാനായ ഇബ്നു അബീ ദുനിയ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതുപോലെ, സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് നമ്മൾ വായിച്ചതുപോലെ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതുപോലെ, ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തിയതുപോലെ, ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ-അദ്കാർ അടക്കമുള്ള കിതാബുൽ ഈളാഹ് അടക്കമുള്ള ധാരാളം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുപോലെ അത് വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെ വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളിൽ അവർ പരിചയപ്പെടുത്തി. അതൊക്കെ ഒരു ഗ്രന്ഥത്തിൽ ഒരുമിച്ച് കൂട്ടുക എന്ന ഒരു ശൈലി ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇത് 7ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ പണി ചരിത്രത്തിൽ ആരംഭിക്കുന്നത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ജീവിച്ചിട്ടുള്ള കാലത്ത് ചില ഉസ്താദുമാർ പറയുന്നുണ്ട് ഇബ്നു തൈമിയാണ് ആദ്യമായി ഇസ്തിഹാസ എതിർത്തത്. അത് ഉസ്താദുമാര് പറയുന്നതല്ല, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വമിൻ ഖുറാഫാത്തിഹി, അയാളുടെ പൊട്ടത്തരത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തി വെച്ചതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചതാണ്. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ പറഞ്ഞതാണ്, മുസ്ലിം ഉമ്മത്തിനെ ശിർക്കാരോപിക്കുന്ന ഈ വാദഗതി ആദ്യമായി കൊണ്ടുവന്നത് ഇബ്നു തൈമിയയാണ് എന്നുള്ളത്. അതാണ് പാരമ്പര്യത്തിൽ നിന്ന് മുട്ടുന്നത്. അവിടെ പിന്നില്ല. പാരമ്പര്യത്തിൽ നിന്ന് വിട്ടാൽ തന്നെ സംഭവിക്കുക. മഹാന്മാരായ ഇമാമികൾ പഠിപ്പിച്ചതൊന്നും പിന്നെ ജീവിതത്തിൽ കാണില്ല. അതൊക്കെ ശിർക്കായി പോകും. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ചെയ്തത് ശിർക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും നേരം ചെലവഴിച്ചത്. സ്വഹാബത്ത് പഠിപ്പിച്ചത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സയ്യിദാക്കണമെന്ന് പഠിപ്പിച്ചത്. ഇതാണ് പാരമ്പര്യം. ആ പാരമ്പര്യം വിട്ടത് കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിനെ ഇബ്നു തൈമിയന്റെ കൂടെ കൂടി ശിർക്കാരോപിക്കുന്ന കമ്പനിയിൽ നിങ്ങൾക്ക് പൊട്ടുപോകേണ്ടി വന്നത്. അദ്ദേഹം സൂഫിയാണ്, തസവുഫാവട്ടെ ഷിയാക്കളിൽ നിന്നാണ്. ശുദ്ധമായ തമ്മാടിത്തരം. ഇവർക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ, അതല്ലെങ്കിൽ ദീനിന്റെ ആശയം ഏതെങ്കിലും ഒരു ഇമാമിങ്ങൾ പറഞ്ഞാൽ, അവർ ഏത് വിധേനയും കുതിര കയറുക. അവരെഴുതിയ കിതാബിന്റെ പേര് നീണ്ടുപോയി എന്ന് പറഞ്ഞ് കുതിര കയറുക. അവരുടെ പേരിൽ പച്ചക്കളവ് പറയാം. വെല്ലുവിളിക്കുന്നു ഫൈസൽ മൗലവി. ഇമാം മറാക്കിസി റളിയല്ലാഹു അൻഹു ഷിയാ പാരമ്പര്യമുണ്ട് എന്ന് പച്ചക്കളവ് തട്ടിവിട്ട നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഏത് രേഖയാണ് നിങ്ങൾക്കുള്ളത്? ആരാണ് മഹാനവറുകൾക്ക് ഷിയായിസം കൈമാറിയ ഉസ്താദാര? എന്ത് ഷിയാ ആശയമാണ് ഇമാം മറാക്കിസി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയത്? നിങ്ങളിങ്ങനെ റേഡിയോ പ്രഭാഷണത്തിൽ ആരും ചോദിക്കാനില്ല, ആരും എതിർക്കാനില്ല എന്ന് കണ്ടപ്പോ എന്തും വിളിച്ചു പറയുക. വെല്ലുവിളിക്കുന്നു നിങ്ങളെ. നിങ്ങൾ തെളിയിക്കണം ഇമാം മറാക്കിസി റളിയല്ലാഹു അൻഹു ലോകത്ത് പഠിപ്പിച്ച ഷിയായിസം ഏതാണ്? എന്ത് പാരമ്പര്യമാണ് അവർക്കുണ്ടായിരുന്നത്? അതിനെന്ത് രേഖയാണ് നിങ്ങൾക്കുള്ളത്? അപ്പൊ ഈ മിസ്ബാഹുൽ അലാമിലെ മറാക്കിസി അദ്ദേഹമാണ് ലോകത്ത് ആദ്യമായി ഇങ്ങനെ കിതാബ് എഴുതിയ മനുഷ്യൻ. ഇബ്നു തൈമിയാണ് ലോകത്ത് ആദ്യമായി ഇസ്തിഗാസയെ നിഷേധിച്ച ഒരു മനുഷ്യൻ. പിന്നെ ആ വഴിക്ക് പലരും വന്നു. പിന്നെ അതിലേക്ക് പുളിപ്പുന്തങ്ങളും വെച്ച് കൂട്ടിച്ചേർത്ത് പലരും കൊണ്ടുവന്നു.
ഒരു പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടില്ല. മഹാന്മാരായ ഇമാമീങ്ങളും സ്വഹാബത്തും മുൻഗാമികളും നടത്തിയ ഇസ്തിഹാസയെ ലോകത്ത് പരിചയപ്പെടുത്തുകയും വസ്തുനിഷ്ഠമായി പഠിപ്പിക്കുകയും ചെയ്തു എന്നത് മാത്രമാണ് പിന്നീട് വന്നവർ ചെയ്തത്. അതിലൊക്കെ വന്ന കഥകളാണ് ഇപ്പോഴും ഈ ഉസ്താദുമാർ ഇങ്ങനെ മുഖാമുഖത്തിലും എല്ലാത്തിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ ഇമാമീങ്ങൾ പഠിപ്പിച്ച ഏത് കഥകളുണ്ടോ അതൊക്കെ പ്രാമാണികമാണ്. കുറേ കിതാബുകളെ വായിക്കും, അത്ര നൂറ്റാണ്ട് മുമ്പ് എഴുതിയാണ്, ഇത്ര കൊല്ലം മുമ്പ് എഴുതിയാണ് എന്ന് പറഞ്ഞ് കുറേ കിതാബ് വായിക്കുമ്പോൾ സാധാരണ എത്ര കിതാബ് വായിച്ചത്, ഏതാണ് ഇസ്തിഹാസ കുഴപ്പമില്ലാതെ മനസ്സിലായി എന്ന് അവരാണ് വിശ്വസിച്ചോളും എന്നതാണ് അവിടെയൊക്കെ ധൈര്യം. സഹോദരന്മാരെ, കുറേ കിതാബ് വായിക്കാണ്ട്, ധാരാളം കിതാബ് ഞങ്ങളെടുത്ത് വായിക്കാനുണ്ട്, അതിലൊക്കെ രേഖയുമുണ്ട്. നമുക്ക് അല്ലാഹ് മതി, നമുക്ക് അല്ലാഹ് മതി. അപ്പൊ ജിന്നു മുജാഹിദേ, ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ നിങ്ങളെ പിടിച്ചു പുറത്താക്കിയത്? അപ്പൊ ആ റബ്ബിനോട് തേടിയാ മതി, റബ്ബിനോട് തേടിയാ മതി എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ പൊയക്കരിയിൽ ഒരു ജിന്നിന്റെ ആവശ്യം? വിജനപ്രദേശത്ത് ജബ്ബാർ മൗലവി പഠിപ്പിച്ച ഒരു ജിന്നിന്റെ ആവശ്യം പിന്നെന്തിനാ? ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹ് മതി, ഏത് ഘട്ടത്തിലും ഹസ്ബി അല്ലാ എന്ന് പറയുന്ന ജിന്നു മുജാഹിദ് പിന്നെന്തിനാണ് ജബ്ബാർ മൗലവി അൽ-ഇസ്ലാഹിൽ പകൽ വെളിച്ചത്തിൽ വിജനമായ ഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ, ജിൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം അതിലില്ല. അല്ലാഹ് മതി എന്ന് പറഞ്ഞ ടീമിന് എന്തിനാ പിന്നെ ഒരു ജിന്നിന്റെ ആവശ്യം? അല്ലാഹ് മതി എന്ന് പറഞ്ഞ ടീമിന് എന്തിനാ പിന്നെ ഒരു മലക്കിന്റെ ആവശ്യം? അല്ലാഹ് മതി എന്ന് പറഞ്ഞ ടീമിന് എന്തിനാ പിന്നെ ഒരു അദൃശ്യ ശക്തിയുടെ ആവശ്യം? ഇത് പറഞ്ഞതിന്റെ പേരിലല്ലേ നിങ്ങൾ പുറത്തു പോകുന്നത്? ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിക്കാൻ എന്താ ഉസ്താദുമാരെ തടസ്സമുള്ളത്? ഒരു തടസ്സമല്ല, അത് പ്രഖ്യാപിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അല്ലാഹ് മതി, അല്ലാഹുവാണ് ഞങ്ങൾക്ക് നൽകുന്നത്, ഭൗതികവും നൽകുന്നത്, അഭൗതികവും നൽകുന്നത്, കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ളതും പുറത്തുള്ളതും നൽകുന്നത്. ഇത് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? നിങ്ങൾ രണ്ടാക്കി, ഭൗതികം നമ്മളെ കയ്യിലൂടെ, അഭൗതികം അല്ലാഹു തആല നൽകുന്നു. ആരെ നിങ്ങളെ പഠിപ്പിച്ചത്? നമുക്ക് തേടാൻ ഒരാളും വേണ്ട, നമുക്ക് തേടാൻ ഒരാളും വേണ്ട, ജിന്നും വേണ്ടെന്നാണോ? നമുക്ക് തേടാൻ ഒരു മഹാനും വേണ്ട, ഒരു വലിയും വേണ്ട, ഒരു ജിന്നും വേണ്ട, ഒരു മലക്കും വേണ്ട, ഒരു പടപ്പും വേണ്ട. അല്ലാഹു അക്ബർ. ജിന്നും വേണ്ട. ഇതാ മുഖം കടല് വേങ്ങരയിൽ മുഖം കെട്ട വഹാബി ജൽപ്പനങ്ങൾ എന്ന് ഞങ്ങൾ വെറുതെ അല്ല പറയുന്നത്. എന്തിന്റെ പേരിലാ ജിന്നു മുജാഹിദ് തുടങ്ങിയത്? നിങ്ങൾ കേന്നമും തമ്മിലുള്ള തർക്കം എന്താ? സ്വത്തോരിക്കടുത്തുള്ള തർക്കാണോ? അതിർത്തി പ്രശ്നമാണോ? കുടുംബ പ്രശ്നമാണോ? നിങ്ങളെ തമ്മിലുള്ള പ്രശ്നം എന്താ? എന്തിന്റെ പേരിൽ ഞങ്ങളെ പഠിക്ക് പുറത്തു നിർത്തിയത്? എന്തിന്റെ പേരിലാ മുജാഹിദ് സമ്മേളനത്തിൽ തല്ലുണ്ടായത്? എന്തിന്റെ പേരിലാ പള്ളികൾ നിങ്ങൾ പരസ്പരം പോരടിച്ചത്? എന്തിന്റെ പേരിലാ വിസ്ഡം മുജാഹിദ് എന്ന പേരിൽ ഒരു ജിന്നു മുജാഹിദ് ഇവിടെ രൂപം കൊണ്ടത്? ജിന്നിനോടുള്ള സഹായതേട്ടം പഠിപ്പിച്ചതിന്റെ പേരിൽ ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവി എഴുതി വെച്ച ലേഖനത്തിന്റെ പേരിൽ എന്ന് മാത്രല്ല, ജിന്നിനോടുള്ള സഹായതേട്ടം സുന്നത്താണ് എന്ന് വരെ നിങ്ങൾ പഠിപ്പിച്ചു അല്ലേ? ജിന്നിനോട് സഹായം തേടുന്നതിന് ഹുക്കുമ് പറഞ്ഞത് എന്താ? സുന്നത്താണ്. നിങ്ങളെ മറുവിഭാഗം മുജാഹിദ് നിങ്ങളുടെ വാദഗതി പരിചയപ്പെടുത്തുന്നിടത്ത് നിങ്ങളുടെ പുസ്തകം എടുത്തുകൊണ്ട് വായിച്ചുകൊണ്ട് പറയുന്നു സുന്നത്താണ് ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തി. ഏതെങ്കിലും ഒരു മുജാഹിദ് നേതാവ്, വിസ്തത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ജിന്നെ എത്ര നേരമായി ജിന്നെ സഹായിക്കണേ ജിന്നെ എന്ന് പറയുന്നത് കേട്ടോ ഉണ്ടോ? ഇത് വിസ്റ്റം വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ 141-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ അതിനെ ചുരുക്കിയിടുകയാണ്. ഇതുപോലെ ആധുനികരും പൗരാണികരുമായ 50ഓളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ചിലർ അത് സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കണം. അപ്പോ ഇത് സുന്നത്തായി ഗണിക്കുന്ന ആളുകൾ വരെയുണ്ട്. ഇതിലൊരു ശിർക്കുമില്ല, ഒരു വസീലത്ത് ശിർക്കുമില്ല, ഒരു ഹറാമും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ ഇതിനെ സംബന്ധിച്ചൊരു വിധിയായി രേഖപ്പെടുത്തിയത് അഹ്കാമുൽ ഖംസയിൽ ഫർള് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഇത് വിസ്റ്റം ജിന്നി വിഭാഗം ഔദ്യോഗികമായി ഈ ദുർബലമായ ഹദീസിന് സുന്നത്തെന്ന ഹുക്കുമടക്കം എഴുതി വെച്ചിട്ട് ഈ കേരളക്കരയിൽ നട്ടുനനക്കാൻ പണിയെടുത്തതാണ്. എന്റെ തേട്ടം എന്റെ റബ്ബിനോട് മാത്രം, ഖുൽ ഇന്നമാ അദ്ഉ
റബ്ബി, പറയൂ പ്രവാചകരെ, ഞാൻ വിളിച്ചു തേടുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് പറയൂ നബിയെ എന്ന് വിശുദ്ധ ഖുർആനിലെ പഠിപ്പിച്ചത്. ഞങ്ങൾ ഒരാളെയും പങ്കു ചേർക്കുകയില്ല, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണമെന്ന് അള്ളാഹു തആല പഠിപ്പിച്ച ദുആ ഒരു സൃഷ്ടിക്കും ഞങ്ങളാരും നൽകുന്നില്ല. അള്ളാഹുവാണെന്ന നിലക്ക്, റബ്ബാണെന്ന നിലക്ക് ദിവ്യത്വം കൽപ്പിച്ച് അൽമനാറിൽ എഴുതി വെച്ചതുപോലെ അങ്ങനെ ഒരു ദുആവും ഒരു മഹാനോടും ഞങ്ങൾ നടത്തുന്നു.